മനുഷ്യ മനസ്സിനെ വളരെ വേദനിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അനേക സംഭവവികാസങ്ങളുടെ പരമ്പര നമ്മുടെ കണ്ണിന് മുമ്പിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ ഞങ്ങൾ കടന്നു വന്നതിന്റെ അതിപ്രധാനമായ കാരണമെന്ന് പറയുന്നത് ഇന്നത്തെ യുവതലമുറകൾ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെട്ട് ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് മുമ്പോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ വാഹനത്തിൽ ഒരു ബാനർ എഴുതി വെച്ചിട്ടുണ്ട്, തകരുന്ന തലമുറയെ മോചനം എവിടെ? മോചനത്തിനു വേണ്ടി മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്ന അനേക സംഭവങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. എവിടെ പോയാൽ എനിക്ക് രക്ഷയുണ്ടാകും, ഏത് പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചാൽ എന്റെ കുടുംബത്തിന് ഒരു ആശ്വാസം ഉണ്ടാകും, ഏത് സ്ഥലങ്ങളിലൂടെ നേർച്ചകളും കാഴ്ചകളും കർമ്മങ്ങളും തീർത്ഥാടനങ്ങളും പദയാത്രകളും നടത്തിയാൽ എന്റെ ഭവനത്തിനൊരു മോക്ഷമുണ്ടാകും. ഇങ്ങനെ മോക്ഷത്തിനു വേണ്ടി പല വഴികൾ അന്വേഷിക്കുന്ന ഈ ദേശത്തിലെ ദേശനിവാസികളോട് ഞങ്ങൾക്ക് വിളിച്ചു പറയുവാൻ ഒരു സന്തോഷ വാർത്ത, ഒരു സുവാർത്തയുണ്ട്. അത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു ഒരു മതസ്ഥാപകനല്ല. യേശുക്രിസ്തു ഒരു മാർഗമായിരുന്നു, ഒരു വഴിയായിരുന്നു. അതുകൊണ്ട് തന്നെ യേശു വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഇവിടെ നടത്തുന്ന പ്രഭാഷണം ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് ചേർക്കുവാനുള്ള പ്രഭാഷണമല്ല. ഒരു സംഘടനയിൽ നിന്ന് മറ്റൊരു സംഘടനയിലേക്ക് നിങ്ങളെ ആനയിക്കുവാനുള്ള ഒരു സന്ദേശമല്ല, മറിച്ച് മാനവകുലത്തിന്റെ പാപപരിഹാരത്തിനു വേണ്ടി ഇന്നേക്ക് 2025 വർഷങ്ങൾക്കപ്പുറത്ത് ഈ പാപം നിറഞ്ഞ ഭൂമിയിലേക്ക് പാപമില്ലാത്തവനായ യേശുക്രിസ്തു കടന്നു വന്നത് ഒരു പ്രത്യേക വിഭാഗത്തിനു വേണ്ടിയല്ല, മറിച്ച് ഈ മുഴുവൻ ലോകത്തിനു വേണ്ടിയാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഉദയം ചെയ്ത് ഒരു പ്രത്യേക വിഭാഗത്തിനു വേണ്ടിയല്ല. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും ക്രിസ്ത്യാനിയുടെ ക്രിസ്തുവിനെ പറ്റിയായിരിക്കും പ്രസംഗിക്കുന്നതല്ല. ഞാൻ പ്രസംഗിക്കുന്നത് ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തുവിനെ പറ്റിയാണ്. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ